പ്രവാസികൾക്കായി കേരളത്തിൽ വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന് മന്ത്രി പി രാജി. കണ്ണൂരിലായിരിക്കും പാർക്ക്. കൊച്ചി നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി ദുബായിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ സംഭാവന നൽകുന്ന പ്രവാസികൾക്കായി നിക്ഷേപവാതിൽ തുറന്നിടുകയാണ് സംസ്ഥാന സർക്കാർ. കണ്ണൂരിൽ കിൻഫ്രയുടെ വ്യവസായ പാർക്കിലാണ് പ്രവാസി വ്യവസായ പാർക്കിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. 100 കോടി മുതൽ മുടക്കുന്ന നിക്ഷേപകർക്ക് 2 വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടെ നൽകും. ആകെ തുകയുടെ 10% മാത്രം ആദ്യം നൽകിയാൽ മതിയാകും. 50 കോടിക്കും 100 കോടിക്കുമിടയിൽ മുതൽ മുടക്കുന്നവർ 20% ആദ്യം നൽകിയാൽ മതിയാകുമെന്നും ബാക്കി തുക പിന്നീട് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ 100 കോടി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ 10% പ്രീമിയം അടച്ചാൽ മതി. പിന്നെ 2 വർഷം മൊറട്ടോറിയം, അത് കഴിഞ്ഞാൽ 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പ്രീമിയം അടയ്ക്കാവുന്ന മട്ടിലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ 50 കോടിക്കും 100 കോടിക്ക് ഇടയിലാണെങ്കിൽ 20% പ്രീമിയം ആദ്യം അടയ്ക്കുക, പിന്നെ 2 വർഷം മൊറട്ടോറിയം, പിന്നെ 5 ഇൻസ്റ്റാൾമെന്റ്. അത് താഴെയുള്ളതാണെങ്കിൽ 20% തന്നെ മൊറട്ടോറിയം ഇല്ലാതെ 5 വർഷത്തേത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പ്രവാസികൾക്ക് അവിടെ നിക്ഷേപിക്കാനും ഇവിടെ വ്യവസായമുള്ളവർക്ക് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു യൂണിറ്റ് അവിടെ തുടങ്ങാനും ഇത് സഹായകരമായിരിക്കും. കേരളത്തിലെ നിക്ഷേപക സംഗമത്തിൽ UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ഹസൻ അൽ സുവൈദിക്ക് പുറമെ ധനമന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മറിയും പങ്കെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സും നിക്ഷേപക സംഗമത്തിന് പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്ഷണിച്ച 2 മന്ത്രിമാരും പങ്കെടുക്കാമെന്ന് ഇപ്പോൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവർ തന്നെ ഒരു ഡെലിഗേഷനെ കൊണ്ടുവരാമെന്നുണ്ട്. ഇന്നിപ്പോൾ എക്കണോമി മിനിസ്റ്ററായി കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഡെലിഗേഷന് വരേണ്ടവരുടെ കാര്യം ആരൊക്കെയാണ് വേണ്ടത്, അതോടൊപ്പം ചേംബർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു, അവർക്ക് പ്രത്യേകം ഡയറക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അദ്ദേഹമാണ് സോവറിൻ ഫണ്ടിന്റെ പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ കണ്ടു, അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, അവരും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, PV അബ്ദുൽ വഹാബ് MP, ഡോക്ടർ ആസാദ് മൂപ്പൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. 24 ദുബായ്.